16ാം നിയമസഭയിലേക്കുള്ള സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. വോട്ടെടുപ്പിൽ 101 വോട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേടിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അപർണ ചേരുന്നുണ്ട്. അപർണ, അങ്ങനെ സ്പീക്കറായി 16ാം നിയമസഭയിലേക്കുള്ള സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 101 വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. യാതൊരുവിധ വോട്ട് ചോർച്ചയും നടന്നിട്ടില്ല. AC ബാലകൃഷ്ണന് 35 വോട്ടും ഗോപകുമാറിന് 3 വോട്ടുകളും. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. ഇനി അടുത്ത നടപടികളൊക്കെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 101 വോട്ടുകൾ നേടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറായി സ്ഥാനമേറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്നാണ് സ്പീക്കറെ സ്ഥാനത്തേക്ക് സ്വീകരിച്ചിരുത്തിയത്. BJP സ്ഥാനാർത്ഥിയായ ബി ഗോപകുമാറിന് 3 വോട്ടുകളും LDF സ്ഥാനാർത്ഥിയായ AC മൊയ്തീന് 35 വോട്ടുകളുമാണ് ലഭിച്ചത്. വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി ചുമതല ഏൽക്കുന്നത്. BJPയിൽ നിന്ന് ഒരാൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്ന പ്രത്യേകതയും കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. BJP MLA-മാരുടെ മുഴുവൻ വോട്ടുകളും BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. LDF-നെ സംബന്ധിച്ചും അവരുടെ മുഴുവൻ MLA-മാരുടെ വോട്ടുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യം 9 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം തന്നെ ആരംഭിച്ചു. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ ആയി തിരഞ്ഞെടുക്കുകയായിരുന്നു. വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയത്. ശരി, വ്യക്തമാണ്. എന്തായാലും 16ാം നിയമസഭയിലേക്കുള്ള സ്പീക്കറുമായിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. VD സതീശന്റെ സർക്കാർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 101 വോട്ട് നേടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിൽ എത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി VD സതീശനും ചേർന്നാണ് അദ്ദേഹത്തെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.